യാത്ര തുടരാം. അടുത്ത ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളൊരു ടൂറിലാട്ടോ. വാഗമൺ, കോട്ടയം ജില്ലയിലാണ് തോന്നുന്നത്. ഏതായാലും വാഗമണിലൊരു യാത്ര 1:15 ടൈമാണ് ഇപ്പോൾ രാത്രി. യാത്രയുടെ ഒരുവിധം നല്ല കണ്ടൻറ്റൊക്കെ ഞങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് യാത്ര പോയി നോക്കാം. കറക്റ്റ് നമ്മുടെ റൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജർ സംസാരിക്കും. നമ്മളിപ്പോൾ സമയം 1:15 ടൈമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്ര മണിക്ക് അവിടെ എത്തുന്ന ഒരു 8-8:30 റൂമൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കാൻ ബസ് ഇപ്പോൾ വരും. അങ്ങോട്ട് പിന്നെ അതിൽ ഇപ്പോൾ നമ്മുടെ സമയം ഒരുപാട് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഏതായാലും എല്ലാവരും ഉറക്കം നോക്കി നിൽക്കുന്ന ഒരു ടൈമായതുകൊണ്ട് തന്നെ പരിപാടി മറ്റുള്ള ബലൂൺ പൊട്ടിക്കല് ആർട്ടിക്കുമ്പലിയൊക്കെ ഉണ്ട്. അതൊന്നും ഇതേതായാലും പറ്റൂല. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അങ്ങനെയുള്ള പ്രോഗ്രാമിങ്ങളൊക്കെ റൂം എടുത്താളാം. പ്രോഗ്രാമിങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോഗർ സാമിത്ത് നമ്മളെ ഈ ടൂറ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പിന്നണിയിലും വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ബാവ രമേശ്, ടൂറിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ടൂർ അപ്പോൾ ഫാമിലി ടൂറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് വാഗമൺ, ഇടുക്കി ജില്ലയിലാണ് വാഗമൺ. അവിടെ എത്തിയിട്ട് അവിടെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളെ ഉച്ചഭക്ഷണം വരെയുള്ളതൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പിന്നീട് തങ്ങളുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുക. അവിടുത്തെ ബസ്സിൽ നിന്നുള്ള കുറച്ച് ബലൂൺ മത്സരങ്ങളൊക്കെ കണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. ഗാന്ധിജി 1869 പോർബന്തറിലാണ് ജനിച്ചത്. എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാല്ലേ? എന്താണ് ഗാന്ധിജിന്റെ പേര്? കരംചന്ദ് ഗാന്ധി. എന്നാൽ ഏത് മാസത്തിലാണെന്നാണ് ചോദ്യം. ഏത് മാസത്തിലാണെന്ന് ചോദ്യം എ ടീമിനോട്. എ ടീമിന്റെ നമ്മുടെ യാത്ര ആരംഭിക്കാൻ കുറച്ച് വൈകിട്ടോ. രാത്രി 10:30-11 മണിക്ക് ബസ്സിൽ നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം രാവിലെ ഒരു 6 മണിക്ക് അവിടെയൊക്കെ എത്തുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ബസ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് ലൈറ്റായി. ഇപ്പോൾ 2 മണി ടൈമാണ് രാത്രി. പിന്നെ ബസ്സിൽ വെച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും ബലൂൺ പൊട്ടിക്കലും അതുപോലെ കിസ് മത്സരം, പാട്ട് മത്സരമൊക്കെ ആയിട്ട് യാത്ര അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഉഷാറായിരുന്നു. ബസ്സിൽ എല്ലാവർക്കും നല്ല ഹാപ്പിയായിരുന്നു. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇനി റൂം, അതായത് വാഗമണിലാണ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ രാവിലത്തെ ചെറിയൊരു ഫുഡ്, ഉള്ള കറി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്യാണ്.
പിന്നെ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടാണ് മൊട്ടുപ്പാറ എന്ന ആ ഉയർന്ന കുന്നിൻ മുകളിലേക്ക് എത്തുന്നത്. നമ്മൾ ബസ്സിലൂടെ ഇറങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ വെച്ചുള്ള ഇതൊക്കെ നമുക്ക് കാണാം, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം. അത് കണ്ട് നമുക്ക് മൊട്ടപ്പാറ ആ ഉയർന്ന കുന്ന് കയറി ആകാശത്തിനോട് തൊട്ടി നിൽക്കുന്ന രീതിയിലേക്കുള്ള അത്ര ഉയരത്തിലാണ് ആ ഭാഗത്തു നിന്നൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ റൂമിൽ നിന്നുള്ള ആ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കി നമ്മളോട് കഴിച്ചതിന് ശേഷം മൊട്ടപ്പാറ ആ ഏരിയയിൽ നിന്ന് ഞാൻ മലയൊക്കെ കയറി വന്നതിന് ശേഷം ഭക്ഷണം, അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി ഇനി നമ്മൾ ഈ മല കയറി പോകുന്ന ആ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് കണ്ടുവെക്കുക. അപ്പോൾ നമ്മൾ എത്തിയുള്ള ഞങ്ങൾപ്പാറ ഈ ഭാഗത്താണ്. ആ കാണുന്ന കണ്ടില്ലേ, ആ ഏരിയയിലേക്ക് നമ്മൾ നടന്ന് പോകട്ടോ. അതിമനോഹരമുള്ള കാഴ്ച. എവിടേക്ക് ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയാ? ഈ സ്ഥലത്തിന്റെ പേരാർക്കാ അറിയാം? മലക്കുന്ന്. എന്ത് തങ്ങള് മരിച്ച സ്ഥലം അല്ല, തങ്ങളിപ്പാറ. ഏതാ തങ്ങളിപ്പാറ? തങ്ങള് മരിച്ച സ്ഥലം അതല്ല ചോദിച്ചാൻ പറഞ്ഞത്. നമ്മൾ കയറി പോണ കേട്ടാണ് മലക്ക്. ഈ മലക്ക് എവിടെയാണ്? ഇങ്ങോട്ട്. യെസ്, പോറില്ലേ? വാപ്പോര് പോയെന്നാ പോയി പൂത്തിട്ടാ കയറാൻ വെച്ചേ അതിലാണ്. മൂന്ന് നാല് വലിയ പാറയുടെ കുന്ന് കയറി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഏരിയയിൽ എത്തിയിട്ടും ഞാൻ വീഡിയോ കാണിക്കാം. പോയി അപ്പോൾ നല്ല വലിയ പാറക്കല്ലിൻ്റെ ഉയരത്തിൽ എത്തിയിട്ട് നോക്കി നിങ്ങൾ മുകളിലേക്ക് ആകാശവും നമ്മളും ഇങ്ങനെ ടച്ചായി നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പ് യാത്ര തുടരാം.
മൊട്ടപ്പാറ. ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുട്ടികളാണ്, കൈവിടാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നോ രക്ഷ, പാറിപ്പോകാൻ അത്രയും പവറാണ് അവിടുത്തെ കാറ്റ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത്, ആ ഉരുളംപാറ. നല്ല വ്യൂ ആണ്. അപ്പോൾ വലിയ ഉരുളംപാറയുള്ള ഏരിയയിലെത്തി. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇത് കണ്ടുപിടി തിരിച്ച് പോവുക കേട്ടോ. നേരെ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് വീഡിയോ എടുക്കുകയാണ്. ഇവിടെ നീ വന്ന ഏരിയ ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല. പോകാം. പാറക്കല്ലെല്ലാം കഴിഞ്ഞിട്ടാ ഈ ഉയർന്ന പാറകളും അതുപോലെ ഉരുണ്ട് കിടക്കുന്ന പാറകളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ മുകളിൽ നിന്ന് ആകാശ കാഴ്ച കിടിലമായിരുന്നു. ഇനി നമ്മൾ അവിടെ നേരെ ഇപ്പോൾ ബസ്സിൻ്റെ അടുത്തെത്തി ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിക്കുക കേട്ടോ. ഇവിടുന്ന് കഴിച്ച് ഇനി നല്ലൊരു അടിപൊളി സ്ഥലങ്ങളെ കാണിക്കാനുള്ളത്. നല്ല പാർക്ക് മുകളിൽ കുട്ടികൾക്കൊക്കെ നല്ല ആസ്വദിച്ച് കളിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ. ആ ഏരിയയിൽ നിന്ന് നമ്മൾ വടംവലി, ചാക്കോട്ട മത്സരം, ടിസ്പൂൺ, ചെറുനാരങ്ങ വെച്ചുള്ള മത്സരം, സ്റ്റൂള്, അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് കുട്ടികൾക്കും വലിയവർക്കുള്ള മത്സരങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ മത്സരങ്ങളും അതിനോടൊപ്പിച്ച് വൈകുന്നേരത്തുള്ള ചായയും അവിടെ കടികളൊക്കെ ഉണ്ടാക്കലും അവിടെ വെച്ചാണ്. എന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ആ ഏരിയയിലെത്താം. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി കുറഞ്ഞ നേരം ഇവിടെ ഒരു റെസ്റ്റ് എടുത്ത് കുട്ടികളുമൊത്ത് കുറച്ചൊരു വീഡിയോസ് അതും കണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം അടുത്ത പാർക്കിലേക്ക്. ഇനി നല്ലൊരു തേയിലത്തോട്ടത്തിൻ്റെ അരുവികളൊക്കെ ഉള്ള നല്ലൊരു കിടലൻ സ്ഥലം കേട്ടോ. ആ ഭാഗത്തേക്ക് നമ്മളിവിടുന്ന് ഉച്ച ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല നിങ്ങൾ, അരുവികളും ഫുട്ബോൾ കളിക്കാൻ പറ്റിയ പോസ്റ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആളുകൾ കളിക്കുന്നൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ, ഇതിന് ചായക്കുള്ള കടികൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ. അപ്പോൾ ചാക്കോട്ട മത്സരം തുടങ്ങിയിട്ടുണ്ട്, കണ്ടു. ജാതി ഉണ്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആ സമ്മാനം കൊടുത്താ ആ സെൻസ് പോയാ അത് പൊട്ടിയാ
തണുപ്പത്ത് ചൂട് റെഡി 1 2 അപ്പോൾ നല്ലൊരു ഏരിയ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതൊരു അരുവികൾ, നല്ല പ്രകൃതി, നല്ല കാഴ്ചയുള്ള ഒരു ഭാഗം. ഇതിലൊരു സൈഡിൽ നമ്മൾ ചായക്കുള്ള കടികളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് യാത്രയിലാണ്. അങ്ങനെ ബസ് കറക്റ്റ് ടൈം കരിമ്പിലെത്തിയ സുബൈ ബാങ്കിന് കറക്റ്റ് ഇവിടെ എത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.